പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂർ എന്നത് നീതി, നിയമം, സൈനിക ശക്തി എന്നിവയുടെ ത്രിവേണി സംഗമമാണ്. ശതകോടി ഭാരതീയർക്ക് തലയുയർത്തിപ്പിടിക്കാവുന്ന പോരാട്ടമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടത്തിയതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചവരെ അവരുടെ മണ്ണിൽ ചെന്ന് വകവരുത്തി. ആണവ ഭീഷണി പോലും അതിൽ നിഷ്പ്രഭമായി. ഭാരതം ഓരോ സൈനികന്റെയും കുടുംബത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. सिंदूर कोई सामान्य सैन्य अभियान नहीं है। ये भारत की नीति, नियत और निर्णायक क्षमता की त्रिवेणी है। भारत बुद्ध की भी धरती है और गुरु गोविंद सिंह जी की भी धरती है। गुरु गोविंद सिंह जी ने कहा था, 1.25 लाख से एक लड़ाऊं, चिड़ियन ते मैं बात तुड़ाऊं, तबे गुरु गोविंद सिंह नाम कहाऊं। अधर्म के नाश और धर्म की स्थापना के लिए शस्त्र उठाना, ये हमारी परंपरा है। इसलिए जब हमारी बहनों, बेटियों का सिंदूर छीना गया, तो हमने आतंकियों के फन को उनके घर में घुस के कुचल दिया। भारत माता की जय! भारत माता की जय! भारत माता की जय! എസ് നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി. നന്ദൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രകമ്പനം ലോകം മൊത്തവും കേട്ടു, അല്ലെങ്കിൽ അത്രത്തോളം വലിയൊരു പ്രകമ്പനമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയാൻ കഴിഞ്ഞത്. അത്രത്തോളം നമ്മൾ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ്. ഭീകരതയ്ക്കെതിരെയാണ് എന്നും ഭാരതം. ഇനി ഭീകരരുടെ എതിരെയുള്ള പോരാട്ടത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല എന്ന് മാത്രവുമല്ല, ഇനി ഭാരതത്തിന് നേരെ ഒരു കൈ ചൂണ്ടുകയാണെങ്കിൽ പാകിസ്ഥാന് വലിയൊരു വിനാശമാണ് സംഭവിക്കാനിരിക്കുന്നത് എന്നൊരു മുന്നറിയിപ്പ് കൂടി പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. ദേവിക, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിൽ പങ്കെടുത്ത ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടുള്ള വ്യോമസേനാ അംഗങ്ങളെ കാണുവാൻ വേണ്ടി പഞ്ചാബിലെ ആദംപൂർ വ്യോമ താവളത്തിൽ ഇന്ന് പ്രധാനമന്ത്രി അപ്രതീക്ഷിത സന്ദർശനമാണ് നടത്തിയത്. അവിടെ ഭാരത് മാതാ കി ജയ് വിളികളുമായാണ് സൈനികർ പ്രധാനമന്ത്രിയെ വരവേറ്റത്. പ്രധാനമായും നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ സൈനിക വിഭാഗങ്ങളെ, കര, നാവിക, വ്യോമസേനാ അംഗങ്ങളെയും അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ BSF അംഗങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. അതിശയിപ്പിക്കുന്ന സംയോജനമാണ് 3 സേനാ വിഭാഗങ്ങൾക്കുമിടയിൽ നടന്നത്. ഭാരതത്തിൻ്റെ നാവികസേന കടലിൽ പ്രതിരോധം തീർത്തപ്പോൾ വ്യോമസേന ആക്രമണവും അതേപോലെ തന്നെ പ്രത്യാക്രമണം തടയുവാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിരുന്നു. അതേപോലെ തന്നെ കരസേന നമ്മുടെ കര അതിർത്തികൾക്ക് കാവൽ നിന്നു. BSF കാര്യമായ പ്രത്യാക്രമണമാണ് നടത്തിയത്. ഇങ്ങനെ 3 സൈനിക വിഭാഗങ്ങളും BSFും ചേർന്ന് ഭാരതത്തിൻ്റെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പ്രകമ്പനം ലോകമെമ്പാടും എത്തിച്ചു എന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഡ്രോണുകൾ ശത്രുവിൻ്റെ കോട്ടകൾ തകർത്തപ്പോഴും അതേപോലെ തന്നെ രാത്രിയിൽ പാകിസ്ഥാൻ്റെ ആകാശങ്ങളിൽ സൂര്യൻ ഉദിച്ചപ്പോഴും ഒക്കെ തന്നെ കേട്ടതും കണ്ടതും ഒക്കെ തന്നെ ഭാരത് മാതാ കി ജയ് വിളി മാത്രമായിരുന്നു. ഓരോ ഭാരതീയ സൈന്യൻ്റെയും ആവേശമാണ് ഭാരത് മാതാ കി ജയ് വിളി എന്ന് ഓരോ പൗരനും അതിൽ അഭിമാനിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. ഒപ്പം തന്നെ ഭീകരതയ്ക്കെതിരായ ഭാരതത്തിൻ്റെ ലക്ഷ്മണ രേഖ അത് വ്യക്തമാണ്. ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ ഭാരതം ഉറച്ച ശബ്ദത്തിൽ മറുപടി നൽകുമെന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. പാകിസ്ഥാനിൽ എവിടെയും ഇപ്പോൾ ഭീകരവാദികൾക്ക് സ്വസ്ഥമായിരുന്ന് ശ്വാസം വിടാൻ പോലുമുള്ള അവസരം ഭാരതത്തിൻ്റെ സൈനിക വിഭാഗങ്ങൾ നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. മാത്രമല്ല, ഭാരതത്തിൻ്റെ ഓരോ മേഖലയും അത് ഭാരതത്തിൻ്റെ സൈന്യത്തിൻ്റെ നിരീക്ഷണത്തിലാണ്. ഭീകരവാദികൾക്ക് അവരുടെ മണ്ണിൽ ചെന്നാണ് മറുപടി നൽകിയത്. അവരെ മണ്ണോട് ചേർക്കും, അല്ലെങ്കിൽ ഭാരതത്തിലെ സ്ത്രീകളുടെയും അമ്മമാരുടെയും സഹോദരിമാരുടെയും സിന്ദൂരം മായ്ച്ച ഭീകരർക്ക് അവരുടെ മണ്ണിൽ ചെന്ന് മറുപടി നൽകി ഭാരതം
ഭാരതത്തിൻ്റെ സൈനിക വിഭാഗം ഈ പ്രതികാരം തീർത്തിരിക്കുകയാണ്. മാത്രമല്ല ഭാരതം ബുദ്ധൻ്റെ നാടാണ്, ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ നാടാണ്. ഗുരു ഗോവിന്ദ് സിംഗ് വ്യക്തമാക്കിയിരുന്നത് ആയുധം എടുക്കുന്നത് അത് അധർമ്മത്തിനും അനീതിക്കും എതിരെയാണ്. അതേപോലെ തന്നെ നീതി സംരക്ഷിക്കുവാനാണ്, ധർമ്മം സംരക്ഷിക്കുവാനാണ് ആയുധമെടുത്തത്. ആ പാരമ്പര്യമാണ് ഭാരതീയർക്ക് എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ഈ ആദംപൂരിൽ നടന്ന സൈനികരെ അഭിസംബോധന ചെയ്തിട്ടുള്ള പരിപാടിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി.